ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മലയാളി തീർത്ഥാടകർ നാട്ടിൽ തിരിച്ചെത്തി തുടങ്ങി. സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകരാണ് ആദ്യം മടങ്ങിയത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർ മദീന സന്ദർശനത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങും. കേരളത്തിൽ നിന്നും ആദ്യം ഹജ്ജിനെത്തിയത് സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള തീർത്ഥാടകരായിരുന്നു. മടക്കയാത്രയിലും ഈ സംഘം തന്നെയാണ് ആദ്യം എത്തിയത്. ജിദ്ദയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ ഇന്ന് രാവിലെ 9:35 കരിപ്പൂരിലെത്തിയ അൽഹിന്ദ് ഗ്രൂപ്പിലെ സംഘത്തിൽ 120 തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. തീർത്ഥാടകർക്ക് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ലഭിച്ചത്. മിർഷാദ് യമാനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം തിരിച്ചെത്തിയത്. അൽഹംദുലില്ലാ, ഇപ്രാവശ്യത്തെ ഹജ്ജ് നമുക്ക് വളരെ നല്ല സന്തോഷമായിരുന്നു. അവിടുത്തെ ഗവൺമെന്റ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സഹകരണം, അതുപോലെ തന്നെ നമ്മൾ അയച്ച ഏജൻസി, ട്രാവൽ ഏജൻസി, അവരൊക്കെ നമ്മളോട് വല്ലാണ്ട് സഹകരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, നമുക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സൗദി ഗവൺമെന്റിന്റെ ഭാഗത്തിലും നല്ല സെക്യൂരിറ്റി, നല്ല പ്രൊട്ടക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണങ്ങൾ, അങ്ങനെയുള്ള അപകടാവസ്ഥകൾ അതും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും വളരെ നല്ല ഹജ്ജായിരുന്നു. അത്രയും എല്ലാ ഫുഡായാലും അക്കോമഡേഷൻ ആയാലും എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ ഉസ്താദന്മാരൊക്കെ മൊത്തം എല്ലാവരും വളരെ ക്ലിയറായി. എല്ലാവരും സൈഡായെങ്കിലും കൂടി ഒരു വിഷമവും ഉണ്ടായില്ല. അള്ളാഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. മുജീബ് നദ്വിയുടെ നേതൃത്വത്തിലുള്ള 97 തീർത്ഥാടകരടങ്ങുന്ന രണ്ടാമത്തെ സംഘം സൗദി എയർലൈൻസിൽ കൊച്ചി വിമാനത്താവളത്തിലും എത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ എത്തും. ഹാഷിം മക്ക, ഷബീർ കോട്ടക്കൽ, നജീബ് കോഴിക്കോട്, സഖറിയ ഫൈസി തുടങ്ങി നിരവധി പേർ തീർത്ഥാടകരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. ജലീൽ കണമംഗലം, 24 ജിദ്ദ.